മന്ദാന്തോളിത ഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീതാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബി പ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം, ശ്രീ പാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയും. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത് സമർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആണ് ആ ഭഗവാന്റെ അനുഭൂതി ഉണ്ടാവുള്ളൂ. ഭഗവാനാണ് ആ പരമപുരുഷൻ എന്ന് അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ആ പൂർണ്ണമായിട്ടുള്ള ആ ഭഗവത് സമർപ്പണവും ആ ഭഗവത് ഭക്തി സമർപ്പണം ഉണ്ടെങ്കിലാണ് ആ ബോധം വരുള്ളൂ. ഭഗവാനാണ് ഇവിടുത്തെ പരമപുരുഷൻ, എല്ലാറ്റിലും ഭഗവാന്റെ തന്നെയാണ് വാസം എന്നുള്ളത്. അപ്പം മാത്രമേ പൂർണ്ണത ലഭിക്കാൻ സാധിക്കൂ. പൂർണ്ണത എന്ന് പറഞ്ഞാൽ ആ ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ഭഗവാന്റെ പദങ്ങളെ പ്രാപിക്കാൻ, വൈകുണ്ഠ പ്രാപ്തിക്ക് സാധിക്കൂ എന്നാണ് നമ്മളെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. ഇനി അടുത്ത ശ്ലോകം മുതൽക്ക് 56-ാമത്തെ ശ്ലോകം. സർവകർമാണ്യഭി സദാ കുർവാണോ മത്യപാശ്രയ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. സദാ സർവകർമാണി കുർവാണ അഭി. സദാ എല്ലായ്പ്പോഴും എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നവനാണെങ്കിലും മദ്വ്യപാശ്രയ എന്നെ മാത്രം ആശ്രയിക്കുക. അഥവാ ഭഗവാൻ പറയാണ്, സർവദാ എന്നെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സമയത്തും എന്നെ ആശ്രയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെ സ്മരിക്കുക. ഭഗവാന്റെ സ്മരണയോടുകൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവൻ. മത് പ്രസാദാത് എൻ്റെ കാരുണ്യം കൊണ്ട് ശാശ്വതമവ്യയം പദം അവാപ്നോതി ശാശ്വതമായിട്ടുള്ള അഥവാ നാശമില്ലാത്ത പരമപദമായിട്ടുള്ളത് തൻ്റെ കർത്തവ്യങ്ങളെ പൂർണ്ണമാക്കിയിട്ട് തൃപ്തിയോടുകൂടി ലോകം വിടുമ്പോൾ ഭഗവത് പദത്തിനെ പ്രാപ്തി ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കും, അഥവാ മോക്ഷപ്രാപ്തി സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പം എന്ത് തരം പ്രവൃത്തി ആയിക്കോട്ടെ, അവനവൻ്റെ ആ ധർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവനവന് വിധിച്ചിട്ടുള്ള ആ നിയത കർമ്മങ്ങളെ ഏത് തന്നെ ആയിക്കോട്ടെ, അത് യുദ്ധമാണ് ഇവിടെ അല്ലേ. ഇവിടെ നടക്കാൻ അർജുനൻ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് പ്രേരിപ്പിക്കുന്നത്. അപ്പം ഏത് തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഭഗവാന്റെ വിശുദ്ധ ഭക്തൻ ഭഗവാന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ യത് ഗത്വാദ നിവർത്തന്തി തദ്ധാമ പരമം മമ എന്ന് ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം അനശ്വരമാണത്. കാരണം അത് എന്നേക്കുമായിട്ട് പ്രാപ്തി ചെയ്തു, അവിടുന്ന് തിരിച്ചൊരു വരവ് വേണ്ട, ശാശ്വതമായിട്ടുള്ളതാണ്. ആ മോക്ഷപദത്തിനെ സാധിക്കും പ്രാപ്തി ചെയ്യാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം സംശയനാശവും ജ്ഞാനപ്രാപ്തിയും മോക്ഷവും ഭഗവാന്റെ കരുണ അതല്ല, അഥവാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും ഇവിടെ സാധ്യമാവുള്ളൂ. അല്ലാണ്ട് സ്വന്തം ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം കർമ്മങ്ങളെ കൊണ്ടോ മോക്ഷപദം കിട്ടില്ല, അല്ലെങ്കിൽ സംശയം തീരില്ല, ഭഗവാന്റെ കാരുണ്യം ലഭിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. മത്പര എന്നിൽ സമ്പൂർണ്ണ സമർപ്പിതനായിട്ട്, മത്പരൻ പരൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അതിൽ ആസക്തനാവുക, ഭഗവാനിൽ മാത്രം ആസക്തനായിട്ട് അല്ലെങ്കിൽ ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിതനായിട്ട്. ചേതസ അത്തരം ആ മനസ്സുകൊണ്ട് സർവകർമാണിമയി സന്യസ്യ എല്ലാ കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട്, സന്യസ്യ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചിട്ട് ബുദ്ധിയോഗമുപാശ്രിത്യ. യോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനം. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ കാരണം ഈ പ്രപഞ്ചത്തിൽ വീണ്ടും തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കണം. വീണ്ടും ഈ സംസാര സാഗരത്തിൽ വന്ന് വീണതിൽ വലിയ അർത്ഥമൊന്നുമില്ല, അത് ബുദ്ധി ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയോടുകൂടി ഭഗവാനെ സേവ ചെയ്യുക. ആ ഭഗവാന് സമർപ്പിച്ച് തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ ചെയ്തിട്ട് ഉപാശ്രിത്യ ഭഗവാനെ ആശ്രയിച്ചിട്ട് സതതം മച്ചിത്ത ഭവ എല്ലായ്പ്പോഴും സതതം എല്ലായ്പ്പോഴും
എന്നിൽ തന്നെ, അഥവാ ഭഗവാൻ പറയാണ്, എന്നിൽ തന്നെ നിൻ്റെ മനസ്സിനെ ഉറപ്പിച്ചവനായിട്ട് നീ ഭവിക്കണം. അഥവാ നീ അത്തരക്കാരനാവണം. എപ്പോഴും ഭഗവത് ചിന്തനത്തോടു കൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനാവണം എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം സകല കർമ്മങ്ങളിലും, അഥവാ നിയത കർമ്മങ്ങൾ, തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ ആശ്രയിക്കണം. എന്നിട്ട് അപ്പം എന്ത് ഉണ്ടാവും? ഭഗവാനെ ആശ്രയിക്കുമ്പോൾ പിന്നെ ഭഗവാന്റെ ഉത്തരവാദിത്വമായി. അപ്പം ഭഗവാനെ ആശ്രയിച്ച് ചെയ്ത കർമ്മങ്ങളെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ ഭഗവാൻ തന്നെ സദാ പ്രവർത്തിക്കും. അപ്പം അങ്ങനെ ഭഗവാനെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ തൻ്റെ ആ അധികാരബോധമോ അല്ലെങ്കിൽ ആ ഫലചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുന്നവനായിത്തീരും. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ ഭഗവാൻ പറയാണ്, എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടെ, ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത് എന്നുള്ള ആ പൂർണ്ണ ബോധത്തോടു കൂടെ ആയിരിക്കണം ഏത് കർമ്മവും ചെയ്യുക എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധചേത്വമഹങ്കാരാൻ ന ശ്രോഷസി വിനങ്ഷ്യസി മച്ചിത്ത. ഭഗവാൻ പറയാണ്, എന്നിൽ മനസ്സുറപ്പിച്ചവനായിട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ മത്പ്രസാദാത്, എൻ്റെ പ്രസാദം അഥവാ എൻ്റെ അനുഗ്രഹം അപ്പോൾ അവന് തീർച്ചയായിട്ടും കിട്ടും. ഭഗവാനിൽ മനസ്സുറപ്പിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അപ്പം ആ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് സർവദുർഗാണി തരിഷ്യസി, എല്ലാ ദുർഗങ്ങളെ, ദുർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഘ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, അതിനെല്ലാം തരിഷ്യസി, അതിനെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. അപ്രകാരമല്ലാണ്ട് ഇതിന് വിപരീതമായിട്ട് ചെയ്യുകയാണെങ്കിലോ ത്വം അഹങ്കാരാത് ന ശ്രോഷസി ചെയ്ത്, ഞാൻ എന്നെ വിശ്വസിക്കാണ്ട് അല്ലെങ്കിൽ എന്നിൽ സമർപ്പിക്കാണ്ട്, മനസ്സ് സമർപ്പിക്കാണ്ട് നീ ഇതിന് വിപരീതമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ, അഹങ്കാരം കൊണ്ട്, നിത്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്യണമെന്നുള്ള ആ ഒരു അങ്ങനത്തെ ഒരു വിചാരം. അപ്പം മിഥ്യാഹങ്കാരം മൂലം ന ശ്രോഷതി ചെയ്ത്, അത് കേൾക്കണില്ല, ഞാൻ പറഞ്ഞതിന് നീ അനുസരിക്കണില്ല. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രോഷസി എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് വേണം നമ്മൾ പറയാം, അല്ലേ? ഞാൻ പറയണമൊന്നും നിങ്ങൾ കേൾക്കണില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരിക്കണില്ല. അപ്പം അഥവാ ഭഗവാൻ പറയണതിനെയൊന്നും ചെവിക്കൊള്ളാതെ, അഥവാ അതിനൊന്നും അക്സെപ്റ്റ് ചെയ്യാണ്ട്, അതിനൊന്നും സ്വീകരിക്കാണ്ട്, വിനങ്ഷ്യതി, അങ്ങനെ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ നശിച്ചു പോവും, അധപ്പതിക്കും എന്നാണ് പറയുന്നത്. അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവ്യങ്ങൾ പൂർണ്ണമാക്കിയില്ലെങ്കിൽ നരകങ്ങളിൽ പോകേണ്ടിയും വരും, വീണ്ടും ഈ ലോകത്ത് ഈ സംസാര സാഗരത്തിൽ വന്ന് പെടേണ്ടവരും. ഭഗവാൻ പറയാണ്, അർജുന, എന്നെക്കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എൻ്റെ പ്രസാദം കൊണ്ട് തന്നെ ഈ ബന്ധജീവിതത്തിൽ, അഥവാ ഈ സംസാര സാഗരത്തിൽ നിന്ന് സകല ക്ലേശങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും, അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. എന്തേ വേണ്ടുള്ളൂ? എന്നെ പ്രതി നന്നായി ബോധവാനാവണം. ഇതെല്ലാം എനിക്ക് ഭഗവാന്റെ ആശ്രയം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ബോധത്തോടുകൂടെ, അല്ല ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് ഞാനാണ് ചെയ്യണമെന്നുള്ള ബോധം വെച്ച് ചെയ്യുകയാണെങ്കിലോ ഭഗവാന്റെ അഭിപ്രായം എന്താണ് അതറിയാണ്ട്, അതിനെ അന്വേഷിക്കാണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിലോ നാശം, അഥവാ വീണ്ടും ഈ സംസാരത്തിൽ അല്ലെങ്കിൽ ഈ പുനരഭിജനനം പുനരഭിമരണം എടുക്കേണ്ടി വരും എന്നാണ് പറയണത്. യദഹങ്കാരമാശ്രിത്യ നയോത്സൈതി മന്യസേ മിഥൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ഥാൻ നിയോക്ഷ്യതി. യത് അഹങ്കാര, യാതൊന്ന് ഹേതുവായിട്ട് മിഥ്യാഹങ്കാരത്തെ ആശ്രയിച്ചിട്ട്, അഥവാ മിഥ്യാഹങ്കാരത്തോടുകൂടി ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് യോത്സ്യ ഇതി മന്യസേ, യോത്സ്യ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. യോത്സ്യ പറഞ്ഞാലോ യുദ്ധം ചെയ്യാണ്ടിരിക്കുക, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ തീരുമാനിച്ചാൽ, ഇതി മന്യസേ, അങ്ങനെ നീ വിചാരിക്കുകയാണ് എങ്കിൽ, തേ ഏഷ വ്യവസായ, നിൻ്റെ ഈ ഉദ്യമം, ഈ നിശ്ചയം, ഉദ്യമം എന്ന് പറഞ്ഞാൽ ഈ നിശ്ചയം, നീ തീരുമാനിച്ചു ഞാൻ യുദ്ധം ചെയ്യണില്ല, ഞാൻ സന്യാസിയാവാൻ പോവാണ്. അപ്പം ആ ഉദ്യമം അഥവാ ആ നിശ്ചയം മിഥ്യ ഏവ
അർത്ഥഹീനമാണ്, മിഥ്യയാണ്. അതിൽ യാതൊരു അർത്ഥവത്വം ഇല്ല. അർത്ഥഹീനമായിട്ടുള്ള ഒരു നിശ്ചയമാവും അത്. പ്രകൃതി പ്രകൃതി നിന്റെ സ്വഭാവം ക്ഷത്രിയൻ്റെയാണ്. അപ്പോൾ ആ പ്രകൃതി നിന്നെ കൊണ്ട് ത്വാം നിയോക്ഷതി, നിന്നെ അതിന് നിർബന്ധിതനാക്കും. നിന്റെ സ്വഭാവം നിന്നെ യുദ്ധം ചെയ്യാൻ. ഇപ്പം നീ ഈ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയിട്ട് കാര്യമില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം നിന്റെ സ്വഭാവം ക്ഷത്രിയൻ്റെയാണ്. ക്ഷത്രിയന് കുറച്ച് അപമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ ആ ആയുധം എടുത്ത് തയ്യാറാവും. കാരണം എന്താണ്, ഇനിയിപ്പോൾ സന്യാസികൾക്ക് ചിലപ്പോൾ ഒരുപാട് അപമാനങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലേ. പലരും അപമാനിക്കും. അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കലാണ് ഈ സന്യാസിയുടെ പ്രധാന സ്വഭാവം തന്നെ. അത് സാധാരണ ജനങ്ങൾക്കും ആവാം അല്ലേ. പലരും ആക്ഷേപിക്കും, അപമാനിക്കും. അതിനെ സാരമില്ല, പോട്ടെ എന്നുള്ള മനസ്സിലെടുക്കാണ്ട് പുഞ്ചിരിയോടുകൂടെ അതിനെ തള്ളിക്കളയാം. പക്ഷേ ഒരു ക്ഷത്രിയൻ അതിന് തയ്യാറാവില്ല. ക്ഷത്രിയൻ ഉടനെ അപമാനത്തിനുള്ള ആ പ്രതികാരം ചെയ്യാൻ തുടങ്ങും. അത് സ്വഭാവമാണ്, ക്ഷത്രിയൻ്റെ സ്വഭാവമാണ്. അപ്പം നീ ഇവിടുന്ന് നീ യുദ്ധം ചെയ്യാണ്ട പോയിട്ട് കാര്യമില്ല. നിനക്ക് വേറെ എവിടെയെങ്കിലും നിൻ്റെ അഭിമാനത്തമ്മിൽ ഒരു ചോദ്യചിഹ്നം വന്നാൽ നീ ഉടനെ എൻ്റെ ശസ്ത്രങ്ങളൊക്കെ എടുത്ത് യുദ്ധത്തിന് തയ്യാറാവും. അപ്പം ഭഗവാൻ പറയാണ്, എൻ്റെ ഈ നിർദ്ദേശം, ഇവിടെ യുദ്ധം ചെയ്യണം എന്നുള്ള ഈ നിർദ്ദേശത്തിന് നീ അനുസരിക്കണില്ല എങ്കിൽ, യുദ്ധം ചെയ്യണില്ലെങ്കിൽ നീ വഴിപഴച്ചു പോകും. സന്യാസമല്ല നിൻ്റെ ലക്ഷ്യം. അതുമാത്രമല്ല, നിൻ്റെ സ്വഭാവം അഥവാ നിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് നീ യുദ്ധത്തിൽ ഏർപ്പെട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. നിൻ്റെ സ്വഭാവം ക്ഷത്രിയൻ്റെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. സ്വഭാവജേന കൗന്ദേയ നിബന്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹ കരിഷ്യസ്യ വശോഭിതത്. ഹേ കൗന്ദേയ, ഹേ കുന്തിപുത്രനായിട്ടുള്ള അർജുന, യത് മോഹാത്, ഏതൊരു മോഹം അഥവാ മോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ തെറ്റിദ്ധാരണ അല്ലെ, വ്യാമോഹം. മോഹം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടല്ല ആ വസ്തുതയെ മനസ്സിലാക്കുന്നത്. അപ്പം ഏതൊരു തെറ്റിദ്ധാരണ നിമിത്തമാണോ നീ ഈ തീരുമാനം എടുക്കണത്, കർത്തും ന ഇച്ഛസി, ഇതിനെ യുദ്ധം ചെയ്യാൻ നീ ഇഷ്ടപ്പെടാത്തത്, തത് സ്വഭാവജേന സ്വേന കർമ്മണ, അതിനെ സ്വഭാവജമായിട്ടുള്ള അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ സ്വേന കർമ്മണ, ആ സ്വധർമ്മത്താൽ അഥവാ സ്വകർമ്മത്താൽ നീ നിർബന്ധിതനായിട്ട് അവശ കരിഷ്യസി. അതിൻ്റെ മുമ്പേ പറഞ്ഞ അതേ ശ്ലോകത്തിൻ്റെ മാതിരി നിനക്ക് അവശനായിട്ട് നീ യുദ്ധം ചെയ്യും. കാരണം നിനക്ക് എവിടെന്നെങ്കിലും നിൻ്റെ ഒരു പ്രതിദ്വന്ദ്വി അല്ലെങ്കിൽ ഒരു അപമാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നീ യുദ്ധം ചെയ്യപ്പോൾ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഹേ അർജുന, വ്യാമോഹം അഥവാ തെറ്റിദ്ധാരണ കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുകയാണ്. കാരണം പാപം കിട്ടും, ബന്ധുജനങ്ങളെ എങ്ങനെ വധിക്കും, അവരോട് എങ്ങനെ എതിരിടുന്നൊക്കെ, അങ്ങനെ അതെല്ലാം എൻ്റെ വെറും മിഥ്യാഹങ്കാരമാണ്. ഇവിടെ ആരും ബന്ധുവില്ല, ആരും ശത്രുവില്ല, എല്ലാവരും ജീവാത്മാക്കളാണ്. താൽക്കാലികമായിട്ടുള്ള ബന്ധുത്വമുണ്ട്, താൽക്കാലികമായ ശത്രുത്വമുണ്ട്. എന്നേക്കായിട്ട് ഇവിടെ ആരും ശത്രുവില്ല, ആരും മിത്രവുമില്ല. ഈ ശരീരം എത്ര കാലം നിലനിൽക്കുന്നു അത്ര കാലം ഇവിടെ ബന്ധുവുണ്ട്, ശത്രുവുണ്ട്. ഈ ശരീരം നമ്മളെ അഥവാ ഈ ശരീരത്തിനെ ആത്മാവ് ത്യജിച്ചാൽ പിന്നെ ഒരു ശത്രുവില്ല, അവിടെ ഒരു മിത്രവുമില്ല. ഈ പഞ്ചഭൂതങ്ങൾ അതിൻ്റേതായി വിഘടിച്ചിട്ട് അതിൻ്റെ സ്ഥലത്തേക്ക് പോയി ആത്മാവ് അതിൻ്റെ ആ വഴിക്കും പോയ എന്ത് ബന്ധു, എന്ത് ശത്രു പിന്നെ ഇവിടെ ഒന്നുമില്ല. അപ്പം അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. അത് കാരണം നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കണു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന് പ്രേരണയ്ക്ക് ആ സ്വാഭാവികമായ കർമ്മമാണ് നിൻ്റെ ക്ഷത്രിയൻ്റെ യുദ്ധം ചെയ്യൽ. ആ കർമ്മത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട്, എന്നാൽ പിന്നെ നിനക്ക് മനസ്സിൽ യുദ്ധം ചെയ്യാനുള്ള ആ ത്വര എൻ്റെ കിടപ്പാണ്, അത് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ പിന്നെ എപ്പോഴേലും ഒരു അവസരം കിട്ടുമ്പോൾ ആ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട് അനിഷ്ടമായിട്ട്, ഇപ്പം നിനക്ക് അനിഷ്ടമായിട്ടുള്ള തോന്നണം ഈ യുദ്ധം, അതേ യുദ്ധം നീ വേറൊരു സ്ഥലത്ത് പോയിട്ട് തീർച്ചയായിട്ടും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ അത് യുദ്ധമാവില്ല, അപ്പോഴാണ് അത് പാപമാവുക. കാരണം ഇവിടെ ഭഗവാന്റെ ആജ്ഞപ്രകാരം ചെയ്യുകയാണെങ്കിൽ എത്ര ഹിംസ ചെയ്താലും ക്ഷത്രിയന് ആ ഒരു പ്രതിദ്വന്ദ്വി അല്ലെങ്കിൽ മറ്റൊരു ക്ഷത്രിയൻ ആ രാജ്യത്തിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ തൻ്റെ അധികാരങ്ങളെ
കയ്യേറാൻ പോകുമ്പോൾ യുദ്ധം ചെയ്യണം, അതാണ് അതിൻ്റെ ധർമ്മം. പക്ഷെ ഇവിടെ ചെയ്യാണ്ട് സന്യാസം സ്വീകരിച്ചിട്ട് പിന്നെ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലോ അത് അധർമ്മമായിത്തീരും, അത് യുദ്ധമല്ല ആവില്ല, പിന്നെ അത് പാപമായിത്തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അഥവാ വേദത്തില് ആ വേദപ്രകാരം ഒരു വ്യക്തിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളെ, ആ വേദം ഭഗവാന്റെ തന്നെ വാണികളാണല്ലോ, ഭഗവാന്റെ തന്നെ ആ ഇച്ഛകളാണത്, ഭഗവാന്റെ തന്നെ നിർണയങ്ങളാണ് വേദത്തിൽ. അപ്പം അതിനെ അനുസരിക്കാണ്ട് സ്വ ഇച്ഛ പ്രകാരം ചെയ്താലാണ് പാപമായിത്തീരുക. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹേ അർജുന, ഈശ്വര സർവഭൂതാനാം, ഈശ്വരൻ അഥവാ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ്, സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദ്ദേശേ ഹൃദയത്തിൽ, ആ പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുന്നുണ്ട്. എങ്ങനെയാണ്? യന്ത്രാരൂഢാണി, എല്ലാ ഒരു യന്ത്രം, ഒരു പാവയുടെ ഉള്ളിൽ ഒരു യന്ത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആ യന്ത്രം എങ്ങനെയാണ് ആ പാവയെ ചലിപ്പിക്കും അല്ലേ, അത് പ്രവർത്തിപ്പിക്കും. അതേമാതിരി ഇവിടെ യന്ത്രാരൂഢാണി എന്ന് പറഞ്ഞാൽ യന്ത്രം ഘടിപ്പിച്ച ഒരു പാവ നടക്കുക അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികൾ ചെയ്യണ മാതിരി സർവഭൂതാനി മായയാ ഭ്രാമയൻ തിഷ്ഠതി, സർവഭൂതാനി എല്ലാ ജീവജാലങ്ങളുടെയും മായയുടെ ഉണ്ട്, ആ അവരുടെ എല്ലാം ഉള്ളിലിരുന്നിട്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഭ്രാമയൻ ഭ്രമിപ്പിക്കുന്നവനായിട്ട് തിഷ്ഠതി, ഭഗവാൻ പറയണ ഞാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിച്ചിട്ട് ആ ജീവനെ അല്ലെങ്കിൽ ആ പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ശരീരത്തിനെ എങ്ങനെയാണ് ഒരു പാവയുടെ ഉള്ളിൽ ആ യന്ത്രം ഘടിപ്പിക്കുക, കാരണം അത് ചലിക്കണ, അതേമാതിരി ഞാൻ ഉള്ളിലിരുന്നിട്ട് എല്ലാവരെയും പ്രവർത്തിപ്പിക്കുന്നു. ഭഗവാന്റെ ആ ശക്തി ആ ശരീരത്തിനെ വിട്ട് പുറത്തു പോയാൽ ആ പാവ പിന്നെ നിർജീവമായി അല്ലേ, അതൊന്നും ചെയ്യില്ല പിന്നെ. അപ്പൊ ഭഗവാൻ പറയാണ്, ഹേ അർജുന, പരമപുരുഷനായിട്ടുള്ള ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടിക്കൊള്ളുന്നു ആ ഭൗതിക ശക്തിയാൽ. കാരണം ഭൗതിക ശക്തി ഉണ്ടാണല്ലേ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ലേ ഈ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പഞ്ചഭൂതങ്ങളെ അല്ലെങ്കിൽ ആ ഭൗതിക ശക്തിയാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം എന്ന യന്ത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്നിട്ട് ആ ജീവാത്മാക്കളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ജീവാത്മാവിന് പരമാത്മാവിൻ്റെ ആ ഉത്തേജനകൾ അല്ലെങ്കിൽ പ്രേരണ കിട്ടുമ്പോഴാണ് ആ ജീവാത്മാവ് ജാഗ്രതയിലാവുന്നത് അല്ലേ. അപ്പം പരമാത്മാവ് ശക്തി കൊടുക്കണം, നിർത്തിയാൽ ആ ജീവാത്മാവിന് ആ ശരീരത്തിന് ത്യജിക്കേണ്ടി തന്നെ വരും. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ഹേ അർജുന, തം ഏവ സർവഭാവേന ശരണം ഗച്ഛ. തം ഏവ, ആരെ? ആ പരമാത്മാവിനെ. തമ്മേവ, ആ ഭഗവാനെ, ആ പരമാത്മശക്തിയെ സർവഭാവേന ശരണം ഗച്ഛ, എല്ലാവിധത്തിലും ശരണം പ്രാപിക്കുക. അതാണ് എല്ലാവരും വേണ്ടുള്ളൂ, എല്ലാ ഭാവത്തിലും അല്ലേ. ആ ഭഗവാനെ ഇങ്ങോട്ട് ശരണം പ്രാപിക്കുകയാണെങ്കിലോ തത് പ്രസാദാത്, ആ ഭഗവാന്റെ ആ ഈശ്വരൻ്റെ പ്രസാദ അനുഗ്രഹം കൊണ്ട് പരാശാന്തിയും ശാശ്വതം സ്ഥാനം പ്രാപ്സ്യസി. ഈശ്വരൻ്റെ പ്രസാദം അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പരാശാന്തിയും പരമമായ ശാന്തിയെയും ശാശ്വതം സ്ഥാനം ശാശ്വതമായ സ്ഥാനത്തിനെയും, ശാന്തി ഉണ്ടെങ്കിലല്ലേ ശാശ്വതമായ സ്ഥാനം കിട്ടുള്ളൂ. ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ എവിടുന്നാ പരമമായ സ്ഥാനം കിട്ടാൻ പോണത് അല്ലേ. പരമമായ സ്ഥാനം പറയുന്നത് അതിലൂടെ വൈകുണ്ഠത്തിൻ്റെ കാര്യം മോക്ഷത്തിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ അശാന്തമായ ഒരു മനസ്സിന് ഒരിക്കലും വൈകുണ്ഠം കിട്ടില്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കുണ്ടങ്ങളില്ലാത്ത അവസ്ഥ അല്ലേ, ദ്വന്ദ്ങ്ങളില്ലാത്ത അവസ്ഥ. അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പം മനസ്സിൽ ജീവൻ മുക്തനായിട്ടുള്ള വ്യക്തിക്ക് മനസ്സിൽ എപ്പോഴും ശാന്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന് ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ശാന്തിയാണ്. അത്തരം ആത്മാവിന് മാത്രമാണ് വൈകുണ്ഠ പ്രാപ്തിയും സാധ്യമാവുള്ളൂ. അല്ലാണ്ട് മനസ്സെപ്പോഴും ക്ഷോഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷം സാധ്യമല്ല. അപ്പം ശാശ്വതമായിട്ടുള്ള സ്ഥാനത്തിനെ നീ പ്രാപിക്കും എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഹേ അർജുന, നിനക്ക് പരമമായ ശാന്തി നേടാനും
ശാശ്വതമായ ആ പദം മോക്ഷപദം പ്രാപിക്കാനും സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതീതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയാ വിമൃശേതശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇനി ഇവിടെ ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അർജുനന്. ഇത്രയൊക്കെ ഭഗവാൻ ഉപദേശിച്ചു അല്ലേ. ഭഗവാൻ ആ 18 അധ്യായങ്ങളിലായിട്ട് എത്ര അധികം ഉപദേശിച്ചാൽ ആദ്യത്തെ അധ്യായത്തിലൊന്നും പറഞ്ഞില്ല, 17 അധ്യായങ്ങൾ എന്ന് വേണം പറയാൻ നമുക്ക്. അതിലെത്രയോ ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. എന്നിട്ടും ഭഗവാൻ എന്താ പറയണത്? ഇതി തേ ഗുഹ്യതരം ജ്ഞാനം. ഇതാ ഞാൻ നിനക്കായിട്ട് എന്താണ് തന്നിട്ടുള്ള ഗുഹ്യതരം ജ്ഞാനം. രഹസ്യങ്ങളിൽ വെച്ചിട്ട് രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് നിനക്ക് ഞാൻ പകർന്നു തന്നിട്ടുള്ളത്. മയാ ആഖ്യാതം, എന്നാൽ ഉപദേശിക്കപ്പെട്ടു നിനക്ക്. എന്തു കാരണം കൊണ്ട്? നീ എനിക്ക് അത്രത്തോളം പ്രിയനാണ്. ഏതത് അശേഷേണ വിമൃശ്യ, ഇതിനെ അശേഷേണ നല്ല മാതിരി നന്നായിട്ട് നീ നിരൂപിക്കണം. നന്നായി നീ ഇതിനെ ആത്മനിരൂപണം ചെയ്യണം. നന്നായിട്ട് ഇതിനെ ചിന്തനം ചെയ്യണം. എന്നിട്ട് നീ തീരുമാനിക്കണം, ഞാൻ ഭഗവാൻ പറഞ്ഞതിനെ അനുസരിക്കണമോ അനുസരിക്കണ്ടേ. ഭഗവാനില്ല, നീ എന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചു, എന്നെ നീ ശിഷ്യനായിട്ട് എൻ്റെ മുമ്പിൽ പ്രകടമാക്കി. അത് കാരണം ഞാൻ പറഞ്ഞ എല്ലാ ആജ്ഞകളും നീ അനുസരിക്കണം എന്നല്ല ഭഗവാൻ പറയണത്. ഞാൻ ഈ പറഞ്ഞു തന്നതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ ഇതിനെ നിനക്ക് നന്നായിട്ട് ചിന്തനം ചെയ്ത് നിരൂപണം ചെയ്തിട്ട് സ്വയം അതിനെ ഒന്ന് ചോദ്യം ചെയ്യുക. സ്വന്തത്തിന് ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ അല്ലയോ. എന്നിട്ട് മാത്രം യഥാ ഇച്ഛസി തഥാ കുരു, എപ്രകാരമാണോ നിനക്ക് ഇച്ഛ തോന്നുന്നത്, നിനക്ക് ശരിയായിട്ട് തോന്നുന്നത്, അപ്രകാരം നീ ചെയ്യണം എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഇത്രയും അതിരഹസ്യമായ ഒരു ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത് അർജുന. ഇത് ഞാൻ ആർക്കും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നുണ്ടാവുക അല്ലേ. കാരണം എന്താണ്? ഭഗവാൻ അത്രയും പ്രിയ ശിഷ്യനാണ്. മറ്റുള്ള ബന്ധുഭാവം വെച്ചിട്ടല്ല. അർജുനൻ ഭഗവാന്റെ ബന്ധുവാണെന്നോ അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവാണെന്നോ സഖയാണോ ഒന്നും വെച്ചിട്ടല്ല അവിടെ. കാരണം ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ഭഗവാന് അർജുനൻ അത്രയും പ്രിയനാണ്. അത് കാരണം കൊണ്ടാണ് ഇത്രയും ഗുഹ്യമായിട്ടുള്ള ഈ ജ്ഞാനങ്ങളെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഇനി നീ നന്നായി സമഗ്രമായിട്ട് ആലോചിച്ചതിന് ശേഷം നിനക്ക് എന്താണ് ഹിതം എന്ന് അതെന്താണോ അത് നീ ചെയ്യണം. അല്ലാണ്ട് ഭഗവാൻ അർജുനനെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കണില്ല. ഞാൻ പറഞ്ഞതിന് നിനക്ക് അനുസരിച്ചേ പറ്റൂ എന്ന് പറയണില്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യം ആണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്നത്. സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. ഭൂയ സർവഗുഹ്യതമം മേ പരമം വച. ഭൂയ, ഞാൻ വീണ്ടും നിനക്ക് ഇത് പല ശ്ലോകങ്ങളും ഭഗവാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സർവഗുഹ്യതമം മേ പരമം വച, ഏറ്റവും അധികം രഹസ്യങ്ങളിലെ രഹസ്യമായിട്ടുള്ള എൻ്റെ ഈ പരമമായിട്ടുള്ള വാക്കുകൾ, എൻ്റെ അപ്പുറത്തൊരു വാക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഭഗവത്ഗീതയെക്കാളും അതല്ലേ പറഞ്ഞിട്ടുള്ള അല്ലേ, ഈ സർവോപനിഷദോ ഗാവോ എന്ന് പറയുന്നുണ്ടല്ലേ. ആ ഉപനിഷത്തിൻ്റെയൊക്കെ ആ സത്താണത്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് ഒരു വാക്കില്ല എന്നാണ്. പരമമായിട്ടുള്ള വാക്കുകളെ പരമം വച, ഭഗവാന്റെ പരമമായ വചനങ്ങളാണ് ഇത്. അതിനെ നീ ശൃണു എന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കുക, അതിനെ നന്നായി ആലോചന ചെയ്യ്. ത്വമേ ദൃഢം ഇഷ്ട അസി, നീ എനിക്ക് ദൃഢമായിട്ടുള്ള അത്രയും പരമപ്രിയനാണ്, ഇഷ്ടനാണ്, നിന്നെ എനിക്ക് അത്രയും ദൃഢമായ ഇഷ്ടമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് കാരണമാണ് ഞാൻ ഇത്രയും നിനക്ക് പരമമായിട്ടുള്ള ഈ രഹസ്യം ഉപദേശിച്ചത്. ഇതി തഥാ തേ ഹിതം, ഇത് നിനക്ക് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? നിനക്ക് ഹിതമാണ്, ഹിതം ആണ് നിനക്കിത്, മേന്മയേറിയതാണ്, നിന്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഉന്നതിക്ക് ഉപയുക്തമാണ്. വക്ഷ്യാമി, അത് കാരണമാണ് ഞാനിത് നിനക്ക് ഈ ഗുഹ്യമായിട്ടുള്ള ഈ രഹസ്യം തുറന്നു കാണിച്ചു തന്നത്. അപ്പം നീ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ്. ഒരു പക്ഷേ സുഹൃത്ത് എന്നതിനേക്കാളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിഷ്യനും കൂടിയാണ് അല്ലേ. ശിഷ്യൻ
ആണ്. അതിനാലാണ് ഗുഹ്യമായിട്ടുള്ള ഈ ജ്ഞാനം, സർവോത്തമമായിട്ടുള്ള ഈ ഉപദേശം, ഹേ അർജുന, ഞാൻ നിനക്ക് പകർന്നു നൽകിയത്. ഇനി കേൾക്കൂ, ഇത് നിൻ്റെ മേന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, അഥവാ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിൻ്റെ ആത്മ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത്. മന്മനാമ ഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മന മദ്ഭക്ത, മന്മന എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവനായിട്ട്, മദ്ഭക്ത എന്നിൽ തന്നെ പ്രേമഭക്തി, ആ അതിര് കടന്ന പ്രേമം, ഭഗവാനെ തന്നെ വിശ്വസിക്കുക, അത്ര ആ പ്രേമഭക്തി നിറഞ്ഞവനാണ് നീയെ. എൻ്റെ ഓരോ ഓരോ രോമകൂപത്തു നിന്നും എപ്പോഴും കൃഷ്ണ 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 എന്നാണ് ആ നാമം ലഭിക്കുന്നത്. അപ്പം മദ്യാജി ഭവ, എനിക്ക് വേണ്ടി തന്നെ യജ്ഞം ചെയ്യുന്നവനാണ് നീയെ. ഭവ അല്ലെങ്കിൽ എനിക്ക് യജ്ഞം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ യജ്ഞം യുദ്ധമാണ് അല്ലേ. എന്ത് കർമ്മത്തിനെ നമുക്ക് യജ്ഞമാക്കാൻ സാധിക്കും? യജ്ഞം വെറുതെ അഗ്നിയിൽ ഇങ്ങനെ നെയ്യ് കോരി ഒഴിക്കലോ അല്ലെങ്കിൽ ഹോമസാമഗ്രികളോ അല്ല. എന്ത് കർമ്മവും ഭഗവത് സമർപ്പണമായി ചെയ്യുകയാണെങ്കിൽ അത് യജ്ഞമായിത്തീരും. അപ്പം അത് എനിക്ക് വേണ്ടിയിട്ട് നീ ഈ യജ്ഞവും ചെയ്യുക. എന്ത്? ഈ യുദ്ധം എന്ന യജ്ഞ നീ ഭാവ എന്ന് പറഞ്ഞാൽ നീ യുദ്ധം ചെയ്യുക. മാ നമസ്കുരു, എപ്പോഴും പരമാത്മാവായിട്ടുള്ള എന്നെ നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിൽ സമർപ്പിതനാവുകയാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഫിസിക്കലി നമസ്കരിക്കല്ല, മാത്രമല്ല നമ്മൾ സമർപ്പിതരാവണം. പ്രണാമം ചെയ്താൽ അതിന് ചില പരിണാമങ്ങളും കൂടിയും വരണം. നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ പരിണാമങ്ങളും കൂടിയും വരണം. മാമേഷ്യസി തേ സത്യം പ്രതിജാനേ. മാമേഷ്യസി, അങ്ങനെ ആണെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? മാം ഏവ ഏഷ്യസി, നീ എന്നെ തന്നെ പ്രാപിക്കും. സദാസമയവും ഭഗവത് സമർപ്പണവും ഭഗവത് സ്മരണയുമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പിന്നെ എവിടേക്കാ പോവുക? ഭഗവാനിലേക്ക് അല്ലേ പോവുക. തേ സത്യം പ്രതിജാനേ, ഞാൻ നിനക്ക് ആ സത്യപ്രതിജ്ഞ ചെയ്തു തരാണ്. പ്രതിജാന എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യണം, നീ എന്നിൽ എന്നെ എത്തും. നീ എല്ലാ കർമ്മവും എന്നെ ലക്ഷ്യം വെച്ച് ചെയ്താൽ നീ എന്നിലേക്ക് എത്തും എന്നാണ് പ്രതിജ്ഞ ചെയ്യണം ഭഗവാൻ. സത്യം പ്രതിജാനി, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യണു എന്നാണ് ഭഗവാൻ പറയണത്. മേ പ്രിയാസി, കാരണം എന്താണ്? നീ എനിക്ക് അത്രയും പ്രിയനാണ് അർജുന. നിനക്ക് ഈ സംസാര ബന്ധം ഇനിയും പാടില്ല, നീ എന്നിലേക്ക് എത്തണം എന്ന് എനിക്ക് അത്രയും ആഗ്രഹമുണ്ട്. അത് കാരണം നീ എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപത്തിൽ എന്നെ സമർപ്പിതനായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഭഗവാൻ പറയുകയാണ്, നീ എന്നെ ഓർക്കണം, എൻ്റെ ഭക്തനാവണം, എന്നെ ആരാധിക്കുക, പ്രണമിക്കുക, അഥവാ എന്നിൽ സമർപ്പിതനാവുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് മോക്ഷം കിട്ടും, നീ എന്നെ തന്നെ പ്രാപിക്കും. ഞാൻ തീർത്ത് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്തെന്നാൽ നീ എനിക്ക് അത്രയും പ്രിയനാണ്, അത്രയും പ്രിയപ്പെട്ടവനാണ്. പരമാത്മാവിൻ്റെ ശക്തിയിൽ നീ പൂർണ്ണ സമർപ്പിതനാവുക അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഈ ഓടക്കുഴലിലൂടെ ഊതുന്ന കൃഷ്ണനോ അല്ലെങ്കിൽ ആ കൃഷ്ണനായിട്ട് നമ്മൾ ചെറുതായിട്ട് വിചാരിക്കരുത്. ഈ പരംപുരുഷനായിട്ടുള്ള നമുക്ക് വിശ്വരൂപം കാട്ടിത്തന്ന ആ ഭഗവാനിൽ സമർപ്പിതനാവാനാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഇവിടെ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവൻ, ഒരു ചെറിയ രൂപത്തിലല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കില്ല. ആ ഭഗവാനിൽ നീ സമർപ്പിതനാവണം അർജുന എന്നാണ് ഭഗവാൻ പറയണത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇതല്ലേ. ഈ സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും, ധർമ്മം എന്നിവിടെ പറഞ്ഞാൽ നമ്മൾ റിലിജിയൻ എന്ന് മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ ഒരു ഹിന്ദുന്നോ മുസ്ലിംന്നോ ക്രിസ്ത്യനോ അതല്ല ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ധർമ്മത്തിൻ്റെ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് അല്ലേ. ലക്ഷണങ്ങൾ എന്താണ്? സത്യം, ദാനം, തപസ്, ദയ, ശൗചം, ഇതൊക്കെയാണ് നമ്മൾ സത്യത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കിയുള്ളത്. അത് കൂട്ടത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ കർത്തവ്യങ്ങൾ അല്ലേ. കർത്തവ്യങ്ങളുണ്ട്, ഓരോ വ്യക്തിക്കും അതിൻ്റെതായുള്ള കർത്തവ്യം, ആ വ്യക്തിയുടെ കർത്തവ്യങ്ങളുണ്ട്. അപ്പം എല്ലാ കർത്തവ്യങ്ങളും അഥവാ എല്ലാ ധർമ്മങ്ങളും
ഒരു വ്യക്തിക്ക് എന്തെല്ലാം ധർമ്മങ്ങളുണ്ട്. അമ്മ എന്നുള്ള ധർമ്മം, ഒരു പിതാവ് എന്നുള്ള ധർമ്മമുണ്ട്, ഭാര്യ എന്നുള്ള ധർമ്മമുണ്ട്, ഭർത്താവ് എന്നുള്ള ധർമ്മമുണ്ട്, മക്കളുടെ ധർമ്മമുണ്ട്. അല്ലെ, ഇതെല്ലാം അത് ആ ബന്ധങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു ധർമ്മത്തിന് നമുക്ക് ചെറുതാക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥങ്ങൾ വ്യാപ്തം വളരെ അധികമാണ്. അപ്പം എല്ലാതരം ധർമ്മങ്ങളെയും പരിത്യജ, നീ ഉപേക്ഷിച്ചോ. നീ കണ്ണടച്ചിട്ട് എല്ലാ ധർമ്മങ്ങളെയും നീ ഉപേക്ഷിച്ചോ. മാമേകം ശരണം വ്രജ, ഒന്ന് മാത്രമേ വേണ്ടുള്ളൂ. എന്ത്? എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അഹം ത്വാം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി, ഞാൻ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം എന്നാണ് ഭഗവാൻ പറയണത്. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും. ഇപ്പം യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപങ്ങൾ കിട്ടും. ആ സർവ പാപ പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ എന്നെ മോചിപ്പിക്കും. മാ ശുച, അർജുന നീ ദുഃഖിക്കാതിരിക്കുക, നീ ഇങ്ങനെ വിഷാദിക്കാതിരിക്കുക എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം എല്ലാതരം ധർമ്മങ്ങളെ അഥവാ കർത്തവ്യങ്ങളെയും ത്യജിച്ചിട്ട് എന്നിൽ ശരണം തേട. നീ ക്ഷത്രിയനാണെന്നോ അല്ലെങ്കിൽ നീ പുത്രനാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ തരത്തിലുള്ള ആ കർത്തവ്യങ്ങളെയും നീ ത്യജിക്കുക. നീ എന്നിൽ വിശ്വസിക്കുക, ഞാൻ പറയണ അതിനെ നീ അനുസരിക്കുക. അതെന്ന് വരണ എന്ത് പ്രതികരണങ്ങളുണ്ടായി, അതിൻ്റെ പാപപ്രതികരണങ്ങളോ പുണ്യപ്രതികരണങ്ങളോ എന്തോ ആവട്ടെ, അതെന്നെല്ലാം ഞാൻ തന്നെ രക്ഷിച്ചോളാം, നീ ദുഃഖിക്കാതിരിക്കുക എന്നാണ് ഭഗവാൻ സമാധാനിപ്പിക്കുകയാണ് അർജുനെ. അപ്പം അതിൻ്റെ എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും തന്നെ ഞാൻ മോചിപ്പിച്ചോളാം, നീ ഭയപ്പെടണ്ട എന്നാണ് ഭഗവാൻ അർജുനനെ സമാശ്വസിപ്പിക്കുന്നത്. ഇതം തേന തപസ്കായ ന ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മായോഭ്യസൂയതി. അപ്പം ഈ ശാസ്ത്രത്തിനെ ആർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയണത്. ആർക്ക്, ആദ്യം തന്നെ ആർക്ക് ഇത് കൊടുക്കരുത്, അതിനെയാണ് ഭഗവാൻ പറയണത്. അപ്പം ഇതം തേ നാ തപസ്കായ, ഇതിനെ, ഈ പരമരഹസ്യമായതിനെ കഥാചന ഒരിക്കലും ആ തപസ്കായ, തപസ്സില്ലാത്തവർ, തപസ്സില്ല എന്ന് പറഞ്ഞാൽ നിഷ്ഠയില്ലാത്തവർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. അല്ലേ, ഒരാഴ്ച കേട്ടു, രണ്ടാഴ്ച കേട്ടു, അത് കേട്ടു, ഇത് കേട്ടു, ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാൻ പോണില്ല. ഭഗവാൻ പറയണതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇതിനെ, സമഗ്രമായിട്ട് ഇതിനെ നമ്മൾ പാലനം ചെയ്യണം. അനാ തപസ്കാര, തപസ്സില്ലാത്തവനായിട്ടുള്ളവരോട് തേ ന വാശ്യം, അവരോട് നീ ഇത് പറഞ്ഞു കൊടുക്കരുത്, ഇത് ഉപദേശിച്ചുകൂടാ. അഭക്തായ ന, അഭക്തരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭഗവത് ഭക്തി ഇല്ലാത്തവർ, ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവർക്കും ഇതിനവർ അർഹരല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. ആ ശുശ്രൂഷവയെ കേൾക്കാൻ, ശ്രവിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ആരെയും നിർബന്ധിച്ചിട്ടത് നീ കേൾപ്പിക്കേണ്ട അർജുന എന്നാണ് പറയണത്. ഇത് ശ്രവിക്കാൻ താല്പര്യമില്ല, ആഗ്രഹമില്ലാത്തവരോടും ഇതിനെപ്പറ്റി പറയേണ്ട, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നീ ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. മാം അഭ്യസൂയതി, യാതൊരു വ്യക്തിയാണോ മാം അഭ്യസൂയതി, എന്നോട് അസൂയ, ഭഗവാനോട് അസൂയ തോന്നുക. അല്ലേ, ധാരാളം വ്യക്തികൾ അന്നും കാണിരിക്കും, ഇന്നുണ്ട്. അല്ലേ, ഭഗവാനോട് അസൂയ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് ഭഗവാന്റെ കർമ്മങ്ങളെ, ഭഗവാന്റെ വചനങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യാം. എന്തിന് കൃഷ്ണൻ അങ്ങനെ ചെയ്തു, എന്തിന് രാമൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ, പല കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ. കാരണം എന്താണ്, ഭഗവാനോടുള്ള ഭഗവാൻ വെറും ഒരു ശരീരത്തിലുള്ള ഒരു വ്യക്തിയാണ്, സാധാരണ ശരീരത്തിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് എന്ന് കാണുക. അപ്പോൾ ഭഗവാനോട് അസൂയ തോന്നുക. അങ്ങനത്തെവർക്ക് അവർക്ക് അർഹത ഇല്ല, അവർക്കിത് ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തസ്മൈ ച ന, അവരോടും ഈ കാര്യത്തിനെ ഉപദേശിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം തപസ്, നിഷ്ഠ അഥവാ നിഷ്ഠ, ഒരു സഹിഷ്ണുത, നിഷ്ഠ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. തപസ് എന്ന് പറഞ്ഞാലേ അതിന് വളരെ സഹിഷ്ണുത വേണം, തപസ് വേണം. കാരണം ഇതിപ്പോൾ ഈ 700 ശ്ലോകങ്ങളെ മനസ്സ് വെച്ചിട്ട് വായിക്കാൻ തന്നെ നല്ല നിഷ്ഠ വേണം, അല്ലെങ്കിൽ അതിനുള്ള മനസ്സാന്നിധ്യം വേണം, അല്ലെങ്കിൽ അതിനുള്ള
ഒരു തയ്യാറെടുപ്പ് വേണം, പിന്നല്ലേ ഇതിനെ ഇത്ര സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ. അപ്പം ആ നിഷ്ഠ അല്ലെങ്കിൽ തപസ്, ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക്, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തവർ, കാരണം ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ ഭഗവത് സമർപ്പണമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, പിന്നെ അതേമാതിരി ഭഗവാനോട് അസൂയ അല്ലെങ്കിൽ ഭഗവാനെ പഴി ചാരുന്നവർക്കോടെ രഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തിനെ ഉപദേശിക്കരുത് എന്നാണ് ഭഗവാൻ പറയണത്. ഇനി ഇത് ഉപദേശിച്ചാൽ അല്ലെങ്കിൽ ഉപദേശം ഗ്രഹിച്ചാൽ, ഇത് ഉപദേശിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എന്താ ഗുണം? യൈദം പരമം ഗുഹ്യം മദ്ഭക്തേഷഭിദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവേഷ്യത്യ സംശയ. യാ ഇതം പരമം ഗുഹ്യം, ഏതൊരു വ്യക്തി ഈ പരമരഹസ്യത്തെ മദ്ഭക്തേഷു അഭിദാസ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നുവോ, സ മയി പരാം ഭക്തിം കൃത്വ, ആ വ്യക്തി അവൻ എന്നിൽ മയി പരാം ഭക്തിയും, എന്നിൽ പരമമായിട്ടുള്ള ഭക്തിയെ കൃത്വ, അവന് പരമമായ ഭക്തി ലഭിക്കും. ആ വ്യക്തിക്ക് ഈ ഗുഹ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തിനെ ആര് ഭക്തന്മാർക്ക് ഉപദേശിക്കണോ അവർക്ക് പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവും, ഭഗവത് സമർപ്പണഭാവത്തിലുള്ള ഭക്തി ഉണ്ടാവും. അതിനെ പ്രാപിച്ചിട്ടോ മാമേഷ്യതി ഏവ, അവര് അസംശയ മാം ഏഷ്യതി, യാതൊരു സംശയവുമില്ല, അവരെന്നെ തന്നെ പ്രാപിക്കും. ആ സംശയ, ഇതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവത്ഗീതയുടെ മഹത്വമാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയണത്. ഭഗവത്ഗീതയെ ആശ്രയിക്കുന്നവരെ, അതിനെ കേൾക്കുന്നവരെ, കേൾപ്പിക്കുന്നവരെ ഭഗവാന്റെ പദത്തിനെ ഭക്തിയോടുകൂടി ആവണം, ഭഗവത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആവണം. അവർക്ക് നിസ്സംശയം ഭഗവത് പ്രാപ്തി കിട്ടും എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം പരമരഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തിനെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുത സേവനം, യുത സേവനം എന്ന് പറഞ്ഞത് ശുദ്ധമായിട്ടുള്ള ഭക്തി സേവ തന്നെയാണല്ലോ. ഒരു വ്യക്തിക്ക് ഭക്തിക്ക് പകർന്നു കൊടുക്കുക, എന്തെങ്കിലും ജ്ഞാനം പകർന്നു കൊടുക്കുക. അപ്പം അത് അവർക്ക് അവർ പിന്നെ ഭക്തിയോടുകൂടെ എല്ലാ സേവകളും ചെയ്യൽ തുടങ്ങും. അത് അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അവസാനം ആ വ്യക്തി എന്നിലേക്ക് തന്നെ തിരിച്ചെത്തും ചെയ്യും. കാരണം നമ്മളെല്ലാവരും വന്നത് എവിടുന്നാണ്? ഭഗവാനിൽ നിന്നാണല്ലോ വന്നത്. ഭഗവാനിൽ നിന്നവരെ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചെത്തും, അഥവാ അവർക്ക് മോക്ഷം പ്രാപ്തി ആവും. നച തസ്മാൻ മനുഷ്യേഷു കഞ്ചിത് മേ പ്രിയകൃത്തമ പവേതാ നച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. മനുഷ്യേഷു, മനുഷ്യർക്ക് മാത്രമല്ലേ ഇതിനുള്ള ഭാഗ്യമുള്ളൂ അല്ലേ? അന്യജീവജാലങ്ങൾക്ക് ഇതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഭഗവാന്റെ ഭക്തി ചെയ്യാനുള്ള ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും അവർക്കും ഉണ്ട് അല്ലേ? ചെവിയുണ്ട്, കണ്ണുണ്ട്. പക്ഷെ അവർക്കൊന്നും ഭഗവത് ഭക്തി ചെയ്യാനുള്ള ആ മനസ്ഥിതി ഇല്ല. പക്ഷേ ഇവിടെ മനുഷ്യരില് അനേകം മനുഷ്യരില് തസ്മാ കഞ്ചിത് മേ പ്രിയകൃത്തമ, ആ മനുഷ്യരിൽ വെച്ചിട്ട് ഇവനേക്കാൾ കഞ്ചിത് ഒരുവനും, കാരണം ഈ ഭഗവത്ഗീതയെ ആശ്രയിക്കുന്നവർ, അത് പറഞ്ഞു കൊടുക്കലാവാം, കേൾക്കലാവാം, അതിനെ വിശ്വസിക്കലാവാം, വെറുതെ വായിക്കാൻ അറിയില്ല പുസ്തകം കൈയെടുത്ത് വെച്ചിട്ട് എന്നവർക്ക് തന്നെ അവർക്ക് എല്ലാ ജ്ഞാനം കിട്ടിയിട്ടും ഭഗവത് പ്രാപ്തി കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ വ്യക്തിയെക്കാളും ഒരുവനും എനിക്ക് പ്രിയകൃത്തവനല്ല, പ്രിയകർമ്മം ചെയ്യുന്നവനല്ല. ഭഗവത്ഗീത ആര് പറഞ്ഞു കൊടുക്കണു അവനാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവരിൽ ശ്രേഷ്ഠനായിട്ട്. നച്ച ഭവതി, അതിലും ശ്രേഷ്ഠനായ ഒരു കർമ്മം ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ കേട്ടത് കുറച്ചായിട്ട് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഒന്നും പറ്റില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാലോ വീട്ടിലിരുന്നിട്ട്. തസ്മാത് മേ പ്രിയതര, തസ്മാത് അവനേക്കാളും പ്രിയതരനായിട്ട് എനിക്ക് വേറെ അന്യ ഭൂവി ന ഭവിത, അന്യരാരും തന്നെ ഈ ഭൂമിയിൽ അവനേക്കാളും പ്രിയനായിട്ട് എനിക്ക് ഭവിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഈ ഭഗവത്ഗീതയെ ആശ്രയിക്കുന്നവരാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വ്യക്തികൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെയുള്ള ഒരു ഭൃത്യൻ ഭഗവാന്റെ ഈ വചനങ്ങളെ, ഭഗവത്ഗീതയെ അന്യരെ കേൾപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവാൻ ഈ മനുഷ്യരിൽ വെച്ചിട്ട് ഏറ്റവും പ്രിയങ്കരൻ എന്നാണ് ഭഗവാൻ പറയണത്. അവനേക്കാളും
പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ എനിക്ക് വേറെ ആരുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയണത്. ഭവിത ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അദ്യേശതേ ച ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. യാവയോ ധർമ്മ്യം, യാതൊരു വ്യക്തി നമ്മുടെ ധർമ്മ്യം ഇമം സംവാദം, ധർമ്മ്യം ഇമം സംവാദം എന്ന് പറഞ്ഞാൽ ധർമ്മയുക്തമായിട്ടുള്ള ഈ സംഭാഷണത്തിന് അധേഷ്യത്തെ അധ്യയനം ചെയ്യണം, അല്ലെ അതിനെ പഠിക്കണു, അതിനെ വായിക്കണു, അതായിട്ട് എന്തെങ്കിലും സമ്പർക്കത്തിൽ നിൽക്കണു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അധ്യേഷ്യത പറഞ്ഞാൽ അതിനെ അധ്യയനം ചെയ്യുന്നു. തേന അഹം ജ്ഞാനയജ്ഞേന ഇഷ്ട, അവനാൽ ഞാൻ ജ്ഞാനയജ്ഞം കൊണ്ട് ആരാധിക്കുകയാണ് ചെയ്യണം. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? ഭഗവാനെ ബുദ്ധി കൊണ്ട് ആരാധിക്കുകയാണ്. ഭഗവത്ഗീതയുടെ വായിക്കുക, അല്ലെങ്കിൽ പറയുക, അത് കേൾക്കുക, അതായിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കം ഉണ്ടെങ്കിൽ ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ്. അത്തരം വ്യക്തികളെ എന്നെ ആ ജ്ഞാനയജ്ഞം കൊണ്ട് ആരാധിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയണത്. സ്യാം ഇതിമേ മതി, അതാണ് സ്യാം, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിമേ മതി, അതാണ് എൻ്റെ അഭിപ്രായം. ഭഗവാന്റെ അഭിപ്രായത്തിലും വലിയ ഒരു അഭിപ്രായം ആരുടെയില്ല. അപ്പൊ ഭഗവാൻ അങ്ങോട്ട് ഉറപ്പിച്ചത് തീർച്ചയായിട്ട് പറയാണ്, അവനേക്കാളും പ്രിയനായിട്ട് ആരുമില്ല, അവൻ എന്നെ പ്രാപിക്കും, അവൻ എന്നെ ബുദ്ധിയോഗം കൊണ്ട് ആരാധിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയണത്. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപിയോ നര സോഭിമുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. യനര അനസൂയ, യാതൊരു മനുഷ്യൻ അസൂയയില്ലാതെ ശ്രദ്ധാവാ ശൃണുയാദപി, വിശ്വാസത്തോടു കൂടി ഇതിനെ ശ്രവിക്കുക മാത്രം ചെയ്താലും മതി. വെറും ഭഗവാനോടോ അല്ലെങ്കിൽ അന്യരോടോ അസൂയയില്ലാണ്ട് ഇത് വിശ്വാസത്തോടു കൂടി ശ്രവണം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് എന്താ സ അഭിമുക്ത, അവനും മുക്തനായെത്തി. ഇതുവരെ ആരാണോ പറഞ്ഞു കൊടുക്കണേ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു പറഞ്ഞ്, ഇപ്പോൾ ആരാണ് ശ്രവിക്കുന്നത് അവർക്കാണല്ലോ പറയണത്, അവർക്ക് കിട്ടുന്ന വഴികളെയാണ് പറയണത്. അവരും മുക്തരായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ശുഭാൻ ലോകാൻ പ്രാപ്നുയാത്, പുണ്യകർമ്മങ്ങളും ശുഭകർമ്മങ്ങളും ചെയ്യുന്നവരുടെ ലോകങ്ങളെ അവര് പ്രാപിക്കും, അഥവാ അവർ മുക്തരാവും. അപ്പം സംശയജന്യമായ തർക്കങ്ങള് അല്ലെങ്കിൽ അസൂയ ഇതൊന്നും ഇല്ലാതെ വിശ്വാസത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടുകൂടി ഇതിനെ ആര് ശ്രവിക്കുന്നുവോ അവരുടെ പാപപ്രതികരണങ്ങളെല്ലാം നഷ്ടമാവും. അവരതിൽ നിന്നെല്ലാം മുക്തരായിട്ട് പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭമായിട്ടുള്ള ലോകങ്ങളിൽ എത്തിച്ചേരും എന്നാണ് ഭഗവാൻ പറയണത്. ഇനി ഈ ഇത്രയും ശ്ലോകങ്ങൾ 574 ശ്ലോകങ്ങൾ ഭഗവാൻ പറയണ്ടായി അല്ലേ? അതിലത്തെ അവസാനത്തെ ശ്ലോകമാണ് ഇനി ഭഗവാൻ പറയണത്. കച്ചിദേതശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസ കച്ചിദജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ എന്താണ് ചോദിക്കുന്നത്? ഹേ പാർത്ഥ, ത്വയാ ഏകാഗ്രേണ ചേതസ, നീ വളരെയധികം ഏകാഗ്രചിത്തനായിട്ട് ശ്രുതം ഇതിനെ ശ്രവിച്ചു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ നന്നായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ടാണ്, ഏകാഗ്ര മനസ്കനായിട്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്ന ഉപദേശങ്ങളെല്ലാം ശ്രവിച്ചത്. ഹേ ധനഞ്ജയ, തേ അജ്ഞാന സമൂഹം പ്രണഷ്ട കശ്, നിന്റെ അജ്ഞാനജന്യമായിട്ടുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണകളൊക്കെ നഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം കുന്തിപുത്രനായിട്ടുള്ള ധനഞ്ജയ, നീ ഞാൻ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടും ഏകാഗ്ര മനസ്കനുമായിട്ട് കേട്ടുവല്ലോ. അജ്ഞാനത്തിൽ നിന്നുള്ളതായിട്ടുള്ള നിന്റെ ഈ തെറ്റിദ്ധാരണകള് വ്യാമോഹങ്ങളെല്ലാം ഇപ്പം നീങ്ങിയില്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അതിന് അർജുനൻ എന്താ പറയണത്? അർജുന ഉവാച നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. കരിഷ്യേ വചനം തവ എന്നാ ഇവിടെ പറയണ. അവസാനം എന്താ പറയണത്? ഞാൻ ചെയ്യും ഭഗവാനെ, അങ്ങടെ വചനങ്ങൾ, അങ്ങടെ ഉപദേശം ഞാൻ നന്നായി അനുസരിക്കാം എന്നാണ് പറയണത്. അർജുനൻ പറയാണ്, ഹേ അച്യുത,
ത്വത്പ്രസാദാത് മേ മോഹനഷ്ട. ത്വത്പ്രസാദ, എൻ്റെ കഴിവുകൊണ്ടല്ല ഭഗവാനെ, അങ്ങടെ പ്രസാദം, അങ്ങടെ അനുഗ്രഹം കാരണം എൻ്റെ മോഹങ്ങൾ അഥവാ എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം എന്താണ്, നീങ്ങിയിരിക്കണു, നഷ്ടമായിരിക്കണു. മയാ സ്മൃതി ലബ്ധ, മയാൽ എനിക്ക് ഞാൻ ആരാണെന്നുള്ള ആ വിഷയമായിട്ടുള്ള ഞാൻ ആത്മസ്വരൂപിയാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്, എൻ്റെ കർത്തവ്യം ഭഗവാന്റെ ആജ്ഞകളെ അനുസരിക്കലാണ് എന്നുള്ള ആ ഓർമ്മ എനിക്ക് തിരിച്ചു ലഭിച്ചു. ഗതസന്ദേഹ, എൻ്റെ എല്ലാ സംശയങ്ങളും നഷ്ടമായി, ഞാൻ സംശയരഹിതനായി തീർന്നു. സ്ഥിതാസ്മി, ഞാൻ എല്ലാ സംശയങ്ങളും നീങ്ങിയവനായി സ്വസ്ഥനായിരിക്കണു. തവ വചനം കരിഷ്യേ, ഞാൻ അങ്ങയുടെ വചനങ്ങളെ, അങ്ങയുടെ ഉപദേശങ്ങളെ അല്ലെങ്കിൽ അങ്ങയുടെ ആജ്ഞയെ ഞാൻ ശിരസാ വഹിച്ചു കൊള്ളാം. അർജുനൻ്റെ ഉപദേശമല്ല ഇവിടെ എന്തായത് അല്ലേ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ ചെയ്യാം എന്നുള്ള ആ വാക്ക് പറയാൻ തോന്നിയത് അല്ലേ. ഇവിടെ നമ്മൾ എത്ര ഉപദേശം കേട്ടിട്ടും എത്ര സത്സംഗം ചെയ്തുകൊണ്ടും എന്തെന്നെ ആയിട്ടും എത്ര ദർശനം ചെയ്യാനും തീർത്ഥാടനം ചെയ്തുകൊണ്ടും ആയില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മുടെ കാര്യം അഥവാ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. ത്വത് പ്രസാദ എന്നാണ് പറഞ്ഞത്, അങ്ങടെ അനുഗ്രഹം കൊണ്ട്, അല്ലാണ്ട് അങ്ങടെ വെറും ഉപദേശം കൊണ്ടെന്നല്ല. ത്വത് പ്രസാദ എന്നാണ് ഭഗവാനോട് അർജുനൻ പറയണത്. അർജുനൻ പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എൻ്റെ എല്ലാ വ്യാമോഹങ്ങളും തെറ്റിദ്ധാരണകളും തീർന്നു. അങ്ങയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രം എൻ്റെ ബുദ്ധി എനിക്ക് ഇപ്പോൾ സ്ഥിരമായി, എൻ്റെ ആ ഓർമ്മകളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനായി, ദൃഢസങ്കല്പനായി, സംശയരഹിതനായി, അങ്ങയുടെ ആജ്ഞ അനുസരിച്ചിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കണു എന്നാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയണത്. ഇത് അർജുനൻ്റെയും അവസാനത്തെ ആ ചോദ്യമായി, ആ സംശയം അല്ലെങ്കിൽ ഇവിടെ സംശയം തീർന്നു എന്നുള്ള പറച്ചിലായിരുന്നു. ഇനി സഞ്ജയൻ്റെയാണ് പറയണത്. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദമിമശ്രൗഷം അത്ഭുതം രോമഹർഷണം. അപ്പൊ സഞ്ജയൻ പറയാണ്, ഹേ രാജാവേ, ഇതി വാസുദേവസ്യ മഹാത്മന പാർത്ഥസ്യ ച, ഈ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം വാസുദേവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെയും മഹാത്മാവായിട്ടുള്ള പാർത്ഥൻ്റെയും അർജുനൻ്റെയും അത്ഭുതം രോമഹർഷണം ഇമം സംവാദം അഹം അശ്രൗഷം. അത്ഭുതകരവും രോമഹർഷണവുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ രോമഹർഷണം എന്ന് പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാക്കുന്നത് ആയിട്ടുള്ള ആ സംവാദത്തിനെ അഹം അശ്രൗഷം, ഞാൻ നന്നായി വ്യക്തമായിട്ട് കേട്ടു രാജാവേ എന്നാണ് പറയുന്നത്. അപ്പൊ സഞ്ജയൻ പറയാണ്, ഇപ്രകാരം മഹാത്മാക്കളായിട്ടുള്ള ശ്രീകൃഷ്ണ അർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണത്തിനെ എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചു. അത്ഭുതകരമായിട്ടുള്ള ആ സന്ദേശം എന്നെ ഇങ്ങനെ രോമാഞ്ചഭരിതനാക്കണു എന്നാണ്. അത് ഓർക്കണോടത്തോളം എനിക്ക് ഹർഷം വരണു, എനിക്ക് ആനന്ദം വരണു എന്നാണ് പറയുന്നത്. വ്യാസപ്രസാദ ശൃണവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വര കൃഷ്ണ സാക്ഷാത്കഥയത സ്വയം. ഇതെങ്ങനെയാണ് എനിക്ക് സാധിച്ചത്? ഇത് കേൾക്കാനും ഇത് നേരിൽ കാണാനും കണ്ടുവല്ലോ. ആദ്യം പറഞ്ഞു എനിക്കിതെല്ലാം കാണാൻ പറ്റണം. അപ്പം ഇത് കാണാനും കേൾക്കാനും എങ്ങനെ സാധിച്ചു? വ്യാസപ്രസാദ, ആ വ്യാസദേവൻ്റെ വ്യാസമഹർഷിയുടെ കാരുണ്യത്താൽ എനിക്ക് സാധിച്ചു. പരമം ഗുഹ്യം, ആ പരം ഗുഹ്യം ഏതത് യോഗം, പരമമായിട്ടുള്ള ഈ ഗുഹ്യയോഗത്തിനെ അഥവാ രഹസ്യയോഗത്തിനെ സാക്ഷാൽ കഥയത എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പ്രത്യക്ഷമായിട്ട് പറയണത് സ്വയം യോഗേശ്വര, എനിക്ക് സ്വയം ആ സാക്ഷാൽ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണാത് അഹം ശ്രുതവാൻ, ഞാൻ ആ സാക്ഷാൽ കൃഷ്ണനിൽ നിന്ന് തന്നെ എനിക്കിത് കേൾക്കാൻ സാധിച്ചു. സാക്ഷാൽ ഭഗവാന്റെ മുഖത്ത് നിന്ന് തന്നെ ഇത് കേൾക്കാൻ സാധിച്ചു. എങ്ങനെ? വ്യാസമഹർഷിയുടെ അനുഗ്രഹം കാരണം ധൃതരാഷ്ട്രരോട് പറഞ്ഞു യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പേ, രാജാവേ നിങ്ങൾക്ക് ഞാനിത് താൽക്കാലികമായിട്ട് ദൃഷ്ടിയും തരാം, ഈ ദിവ്യദൃഷ്ടി തരാം, അപ്പം ഇത് കേൾക്കാനും കാണാനുള്ള നിങ്ങൾക്ക് ഞാൻ അതിനുള്ള അനുഗ്രഹം തരാമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ അവസാന നിമിഷം, കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് എന്താ അതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്താ ഉണ്ടാവുക, അതിൻ്റെ ഫലം എന്താവുക എന്നറിയാം. കാരണം അധർമ്മം ആണ് തൻ്റെ മക്കളെ ചെയ്യണം. അത് കാരണം എവിടെ അധർമ്മം ഉണ്ടോ അവിടെ നാശം തന്നെയാണ് ഉണ്ടാവുള്ളൂ. അത് കാരണം എനിക്ക് കാണണ്ട, സഞ്ജയന് കൊടുത്താൽ മതി, സഞ്ജയന് എനിക്കെല്ലാം പറഞ്ഞു തരും എന്ന് പറയുകയാണല്ലോ ഉണ്ടായത്. അപ്പം യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായിട്ടുള്ള യോഗം ഉപദേശിച്ചത്
വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു എന്നാണ് സഞ്ജയൻ പറയുന്നത്. രാജൻ സംസ്മൃത്യ സംവാദമിമമത്ഭുതം കേശവാർജനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹു. ഹേ രാജൻ, ഹേ രാജാവേ, ഹേ ധൃതരാഷ്ട്ര രാജാവേ, കേശവാർജനയോ പുണ്യം അത്ഭുതം ഇമം സംവാദം. കേശവാർജുനന്മാർ തമ്മിലുണ്ടായ ഈ പുണ്യപ്രദവും അത്ഭുതകരവുമായിട്ടുള്ള സംവാദത്തിന്, ഈ സംഭാഷണത്തിന് സംസ്മൃത്യ അതിനെ വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട് മുഹുർമുഹു ഹൃഷ്യാമി, ഞാനിതാ വീണ്ടും വീണ്ടും ഹർഷപരവശനാവുന്നു, എനിക്ക് ആഹ്ലാദഭരിതനാവുന്നു എന്നൊക്കെയാണ്. എങ്ങനെ ആ ആനന്ദത്തിനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല, അത്തരത്തിൽ എനിക്ക് ഹർഷപരവശനാവുകയാണെന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും അത്ഭുതകരമായിട്ടുള്ള ഈ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദ പുളകിതനാവുന്നു രാജാവേ എന്നാണ് സഞ്ജയൻ പറയണത്. തച്ച സംസ്മൃത്യ രൂപമത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. ഹേ രാജൻ, അല്ലയോ രാജാവേ, ഹരേ അത്യത്ഭുതം തദ്രൂപം, ആ ഹരിയുടെ അത്യത്ഭുതമായിട്ടുള്ള രൂപത്തിന്, ഭഗവാന്റെ എല്ലാ രൂപങ്ങളും അത്യത്ഭുതം തന്നെയാണ്. പക്ഷെ ഇവിടെ കൂട്ടത്തില് എന്തായിരുന്നു, ആ വിശ്വരൂപമൊക്കെ കാണിച്ചപ്പോ ആ രൂപത്തിനെ സംസ്മൃത്യ വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട് മേ മഹാൻ വിസ്മയ, എനിക്ക് വലുതായിട്ടുള്ള അത്രയും അതിന് അപ്പുറം ഒരു വിസ്മയില്ല എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തായിട്ടുള്ള വിസ്മയം ഉണ്ടാകുന്നു. പുനഃ ഹൃഷ്യാമീച, ഞാൻ വീണ്ടും വീണ്ടും ഹർഷതന്തുലിതനാവണം, ആനന്ദ പുളകിതനാവണം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും ആ ആനന്ദ സമുദ്രത്തിൽ ഞാൻ മുങ്ങിപ്പോണു എന്നാണ് രാജാവിനോട് പറയണത്. വീണ്ടും വീണ്ടും എനിക്ക് ആനന്ദം കൊണ്ട് അത്രയും ഞാൻ ആനന്ദ സമുദ്രത്തില് മുങ്ങിപ്പോണു രാജാവേ എന്നാണ് പറയണത്. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ 18 അധ്യായത്തിലത്തെ അല്ലേ. അവസാനം ആ സഞ്ജയൻ പറയാണ്, സഞ്ജയൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ 41 ശ്ലോകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലത്തെ അവസാനത്തെ ശ്ലോകമാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവാ നീതിർമതിർമമ. എത്ര യോഗേശ്വര കൃഷ്ണോ, എവിടെ ആ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനുണ്ടോ, എത്ര ധനുർധര ആ വില്ലും ശരവും ധരിച്ചിട്ടുള്ള ആ പാർത്ഥനുണ്ടോ, ആ പുരുഷാർത്ഥവും ആ ഭഗവത് അനുഗ്രഹവും എവിടെ ഉണ്ടോ, തത്ര ശ്രീ വിജയ ഭൂതി, അവിടെ ശ്രീ ഉണ്ടാവും. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. നമുക്കറിയാമല്ലോ, ഭൂതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭൂതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഐശ്വര്യം, യശസ്, 6 വിഭൂതികളുണ്ട്. ഭഗവാന്റെ 6 വിഭൂതികളുണ്ട് അല്ലേ. അതൊന്ന് ഐശ്വര്യം, യശസ്, വീര്യം, ശ്രീജ്ഞാനം, വിജ്ഞാനമാണ് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ എന്തുണ്ടാവും, വിജയം ഉണ്ടാവും, അവിടെ തന്നെയാണ് വിജയം ഉണ്ടാവുള്ളൂ. ധ്രുവാനീതി, ധ്രുവമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത നീതി, ധർമ്മം എവിടെ ഉണ്ടോ അവിടെയാണ് നീതി ഉണ്ടാവുള്ളൂ അല്ലേ. അവിടെ തന്നെയാണ്, അതിന് യാതൊരു കഷ്ടപ്പാടുണ്ടാവും, പക്ഷെ അതിന് ഇളക്കം സംഭവിക്കില്ല, നഷ്ടം വരില്ല. മമ മതി, അതാണ് എൻ്റെ അഭിപ്രായം, അവിടെ തന്നെ ഉണ്ടാവും. കാരണം എവിടെ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിൽ ശാസ്ത്രങ്ങളിൽ തന്നെ ഉണ്ടല്ലോ, യഥോ ധർമ്മ തഥോ ജയ, യഥോ ധർമ്മ തഥോ കൃഷ്ണ, യഥോ കൃഷ്ണ തഥോ ജയ എന്നല്ലേ പറയുന്ന ചെയ്യുക. അപ്പം എവിടെ ശ്രീകൃഷ്ണൻ ധർമ്മം ഉണ്ട് അവിടെ ശ്രീകൃഷ്ണനുണ്ട്, എവിടെ ശ്രീകൃഷ്ണനുണ്ട് അവിടെ ജയവും ഉണ്ടാവും. അപ്പം എവിടെ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായിട്ടുള്ള അർജുനനുണ്ടോ, എവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തി നീതിയുള്ളത്, ഇതാണ് അവിടെ തന്നെ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. ഈ ഐശ്വര്യങ്ങളും വിഭൂതികളും എല്ലാം, ഇതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ആ സഞ്ജയൻ പറയണത്. അപ്പം ശ്രീകൃഷ്ണൻ അനുഗ്രഹവും അർജുനൻ പുരുഷാർത്ഥവും അഥവാ പ്രയത്നവും, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് കാര്യം വിജയിക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 18ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ 18ാമത്തെ അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തെ